അപ്പോൾ ചിത്രം ഭ്രമയുഗം പോയ വർഷം മമ്മൂക്കായുടെ ഏറ്റവും മികച്ച ചിത്രം. റിലീസിന്റെ അന്ന് തന്നെ അത്രയധികം പ്രതീക്ഷയൊന്നുമില്ലാതെയാണ് ചെങ്ങന്നൂർ സി സിനിമാസിൽ ഞാൻ ഈ ചിത്രം കാണാൻ പോകുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയ ഒരു സിനിമയാണ് ഭ്രമയുഗം. ചിത്രത്തിൽ ആകെ 5 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചത്. പക്ഷേ അതിനേക്കാൾ അപ്പുറം വാക്കുകൾക്ക് അതീതം മമ്മൂക്ക, ദ ഓൺലി ലെജൻഡ് മമ്മൂക്ക. ചിത്രത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവത്തിന്റെ ആദ്യ ചിത്രം ഭൂതകാലത്തെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഭ്രമയുഗത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം വെറും ഒരു എക്സ്പെരിമെന്റൽ ജോണറിൽ വന്ന സിനിമ അത് അക്ഷരാർത്ഥത്തിൽ ഈ ഇൻഡസ്ട്രിയെ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ആകെ തരംഗമായി എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു മമ്മൂട്ടി ഫാൻ ഒന്നുമല്ല, പക്ഷേ ഞാൻ പറയുന്നു ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക അവതരിപ്പിച്ച ആ ഒരു വേഷം ചെയ്യാൻ മറ്റൊരു നടൻ നമ്മുടെ ഇൻഡസ്ട്രിയിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതെന്റെ മാത്രം തോന്നലായിരിക്കാം. എന്നിരുന്നാലും അത്രയും മികച്ച പെർഫോമൻസ് ആണ് മമ്മൂക്കായുടെ കരിയറിൽ ഭ്രമയുഗം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.